ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ദീപക് ഗോപി പ്രസൻസ്. എൻ്റെ പേര് ജയകൃഷ്ണൻ ഡിയേഴ്സ്. ഞാൻ കീം ആൻഡ് നീറ്റിൻ്റെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ കീമിൽ കെമിസ്ട്രി എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, കീം എക്സാമിനേഷൻ ഈ വർഷം മുതൽ കംപ്ലീറ്റ് മാറ്റത്തിലാണ്. കഴിഞ്ഞ വർഷം വരെ ഓഫ്ലൈൻ ആയിരുന്ന എക്സാമിനേഷൻ ഈ വർഷം മുതൽ ഓൺലൈനാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഈ വർഷം മുതൽ. 150 ക്വസ്റ്റ്യനാണ് 3 മണിക്കൂറിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതിൽ 75 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ്, 45 ക്വസ്റ്റ്യൻ ഫിസിക്സ്, 30 ക്വസ്റ്റ്യനാണ് കെമിസ്ട്രിയിൽ നിന്നും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ മോക്ക് ഓൺലൈൻ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ എക്സാമിനേഷൻ എഴുതാൻ പോകാവുള്ളൂ. ഇല്ലാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹാളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും 1-2 മോക്ക് എൻട്രൻസ് എക്സാമിനേഷൻസ് ഓൺലൈനായിട്ട് ചെയ്തിരിക്കണം. മറ്റൊരു കാര്യം, കെമിസ്ട്രിയുടെ +1 +2 ഒരുപാട് ടോപ്പിക്സ് ഡിലീറ്റഡ് ആയിരുന്നു. ആ ഡിലീറ്റ് ചെയ്ത ടോപ്പിക്സ് എല്ലാം തന്നെ കീം എക്സാമിനേഷന് ഇൻക്ലൂഡഡ് ആണ്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള എല്ലാ ചാപ്റ്റേഴ്സും കീം എക്സാമിനേഷൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും കീമിന് സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഓരോ ചാപ്റ്റർ വൈസായിട്ട് നമ്മൾ ലാസ്റ്റ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി നമ്മൾ എടുത്താൽ ഒരു 10 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഉറപ്പാണ് 1 മുതൽ 2 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. കാരണം പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻ കുറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അത് ഒരു ക്വസ്റ്റ്യനായി മാറാം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും. അറ്റോമിക് സ്ട്രക്ചറിൽ നിന്നും ലാസ്റ്റ് 5 വർഷത്തിൽ 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 3rd ചാപ്റ്റർ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ നിന്നും 6 ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് ചോദിക്കാം, ചോദിക്കാതിരിക്കാം. എന്നാലും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ ഗൺ എൻതാൽപ്പി, ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കെമിക്കൽ ബോണ്ടിങ് 11 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മിക്കവാറും ചോദിക്കുന്നത് ബോണ്ട് കണ്ടുപിടിക്കുക, അതായത് ബോണ്ടിങ്, അതായത് ജോമെട്രി കണ്ടുപിടിക്കാനും ഹൈബ്രിഡൈസേഷനും ബോണ്ട് ആംഗിള്, ബോണ്ട് ഓർഡർ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വളരെയധികം സ്ഥിരമായി ചോദിക്കുന്നതാണ്. നോക്കാതെ പോകരുത്, നന്നായിട്ട് പഠിച്ചിരിക്കണം. അടുത്ത സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്ക് തിയറിയിൽ ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കായിരുന്നു, പക്ഷേ അത് കീമിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഫസ്റ്റ് ഇയറിലെ ഗേഷ്യസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് വാൻഡർവാൾസ് ഫോഴ്സസും ലോസ് ഓഫ് നമ്മുടെ ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വാൻഡർവാൾസ് ഇക്വേഷനൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് തെർമോഡൈനമിക്സ് ആണ്. 9 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തെർമോഡൈനമിക്സിൻ്റെ ബേസിക്സ്, ഹെസസ് ലോ, ΔG കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, 3rd ലോ അതിൻ്റെ ആപ്ലിക്കേഷൻ, അതുപോലെ ΔHും ΔUം തമ്മിലുള്ള റിലേഷൻ, ഇതെല്ലാം സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം. അടുത്ത ചാപ്റ്റർ കെമിക്കൽ ഇക്വിലിബ്രിയമാണ്. ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ചാപ്റ്ററാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. 14 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ KPയും KCയും തമ്മിലുള്ള റിലേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ, ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ അയോണിക് ഇക്വിലിബ്രിയത്തിൽ ലോറി ബ്രോൺസൺ കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ്, ലൂയിസ് കോൺസെപ്റ്റ്, അതുപോലെ pH കാൽക്കുലേഷൻ, KSP സോളിബിലിറ്റി പ്രോഡക്റ്റ്, ഇതിൽ നിന്നെല്ലാം, അതുപോലെ നമ്മുടെ സോൾട്ട് ആസിഡ് ബേസിൻ്റെ സോൾട്ട് ഹൈഡ്രോളിസിസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ഇക്വിലിബ്രിയമാണ്. നെക്സ്റ്റ് വൺ റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡോക്സ് റിയാക്ഷനകത്ത് 3 ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്.
അത് നിങ്ങൾക്കറിയാം, മിക്കവാറും ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ഒക്കെ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഇലക്ട്രോ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചാപ്റ്ററാണത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് തിയറി പരീക്ഷയ്ക്ക് ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കായിരുന്നു ഹൈഡ്രജൻ. അത് പക്ഷേ കീമിനുണ്ട്. അതിൽ നിന്നും 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഈ വർഷം ചോദിക്കാം. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. അതുപോലെ എസ് ബ്ലോക്ക് എലമെൻസിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് തിയറിയിൽ നിങ്ങൾ പഠിച്ചതല്ല, പക്ഷേ കീമിന് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ സിലബസിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ പി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഇതും നമുക്ക് തിയറിയിൽ ഡിലീറ്റഡ് ആയിരുന്നു, പക്ഷേ കീമിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ചോദ്യം 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പി ബ്ലോക്കിൽ നമ്മൾ ബോറോൺ ഫാമിലിയും കാർബൺ ഫാമിലിയുമാണ്. അതിനകത്ത് ഡൈബോറേൻ, ബോറോൺ ഹാലൈഡ്സിൻ്റെ ബാക്ക് ബോണ്ടിങ്, അതുപോലെ ഇനോർഗാനിക് ബെൻസീൻ, ഇനോർഗാനിക് ഗ്രാഫൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ കാർബൺ ഫാമിലിയുടെ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറൻസിൻ്റെയൊക്കെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ ബോറാക്സ്, ബീഡി ടെസ്റ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ഉള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. അതിൽ നിന്നും 6 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഹൈപ്പർ കോൺജുഗേഷൻ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, മീസോമറിക് ഇഫക്റ്റ്, ഫ്രീ റാഡിക്കൽസിൻ്റെ സ്റ്റെബിലിറ്റി, കാർബോ കാറ്റോൺസിൻ്റെ സ്റ്റെബിലിറ്റി എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഹൈഡ്രോ കാർബൺസ് ആണ് നമ്മുടെ +1 ചാപ്റ്ററിൽ, +1 സിലബസിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻ ചോദിച്ചത്. ദാറ്റ് ഈസ് 18 ക്വസ്റ്റ്യൻ അതിനകത്തൊന്നും ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് 5 വർഷം. അത് നിങ്ങൾ നന്നായി പഠിച്ചിട്ട് തന്നെ പോകണം. അതിനകത്ത് അരോമാറ്റിസിറ്റി, ഹക്കൽസ് ഓഫ് അരോമാറ്റിസിറ്റി, നെയിം റിയാക്ഷൻസ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടെർമിനൽ ആൻഡ് നോൺ ടെർമിനൽ ആൽക്കൈൻസ്, അതുപോലെ ജോമെട്രിക്കൽ ഐസോമറിസം, കൺഫർമേഷണൽ ഐസോമറിസം, അതുപോലെ ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻസ്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്ഥിരമായി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സെക്ഷനാണ്. മറ്റ് മാർക്കോണിക് ആൻഡ് ആൻറ്റി മാർക്കോണിക് റൂൾ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. 18 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. ലാസ്റ്റ് ചാപ്റ്ററാണ് +1, ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. അതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ജസ്റ്റ് നോക്കിയിട്ട് പോവുക. ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, കാരണം പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് കുറവായതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് +2 ടോപ്പിക്സ് ആണ്. +2 ടോപ്പിക്സിൽ ആദ്യമായിട്ടുള്ള ചാപ്റ്റർ ദാറ്റ് ഈസ് സോളിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് തിയറി എക്സാമിനേഷന് ഡിലീറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. അതുപോലെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയും ഡിലീറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും കഴിഞ്ഞ 5 വർഷം ചോദിച്ചിരിക്കുന്ന 3 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വലിയ ചാപ്റ്റർ ആണെങ്കിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബേസിക്സ് ഒക്കെ നോക്കിയിട്ട് പോവുക. അതിൽ ക്രിസ്റ്റൽ സിസ്റ്റം, ഇതൊക്കെ പ്രധാനമാണ്, നോക്കിയിട്ട് പോവുക. അതായത് ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്തും ഒക്കെ നോക്കിയിട്ട് പോവുക. അതുപോലെ ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രമിക്കുക. അടുത്തത് സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസിൽ നിന്നും 8 ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് 5 വർഷം ചോദിച്ചിരിക്കുന്നത്. സൊല്യൂഷൻസിലെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള മൊളാലിറ്റിയോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ബേസ്ഡുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അല്ലെങ്കിൽ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ വാൻ ഹോ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇതൊക്കെ സാധാരണ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അറിഞ്ഞിരിക്കണം. 3rd ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നും 8 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നന്നായി പഠിച്ചിട്ട് തന്നെ പോകണം. അതിനകത്ത് ചോദ്യം ചോദിക്കാൻ ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും കാര്യങ്ങളും, അതിൻ്റെ ബേസിലുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതുപോലെ സെൽസ് അറിഞ്ഞിരിക്കണം. സെൽസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡി-ബൈഹാക്കൽ-ഓൺസാക്കർ ഇക്വേഷൻ, അതുപോലെ കോൾ-റോഷ് ലോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ കൈനറ്റിക്സ് ആണ്. കൈനറ്റിക്സ് 9 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെമിക്കൽ കൈനറ്റിക്സ്. ഇതിൽ കുറേ ട്രിക്കുകളുണ്ട് കെമിക്കൽ കൈനറ്റിക്സിൽ. T12 കണ്ടുപിടിക്കാനും T75% അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസ് ഓഫ് ഐസൊലേഷൻ ഓഫ് മെറ്റൽസ്, മെറ്റലർജി. അത് ശരിക്കും നമ്മൾ ടോപ്പിക്ക് ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കായിരുന്നു എക്സാമിനേഷന്, പക്ഷേ കീമിൽ ഇൻക്ലൂഡഡ് ആണ്. 4 ക്വസ്റ്റ്യൻസ് അതിനകത്തൊന്നും ചോദിക്കും. അപ്പോൾ ഓറ് എന്താണ് കാര്യങ്ങൾ, ഓറിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് റോസ്റ്റിംഗ് അല്ലേ, അതുപോലെ കാൽസിനേഷൻ, ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ, മോൺസ് പ്രോസസ്, വാൻ ആർക്കൽ പ്രോസസ്സ്, ഇങ്ങനെയുള്ള ചില പ്രോസസ്സുകളുണ്ട്. നെയിം റിയാക്ഷൻസ് ഉണ്ട്, നെയിം പ്രോസസ്സുകളുണ്ട്. ആ നെയിമായിട്ടുള്ള പ്രോസസ്സുകളൊന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് സർഫസ് കെമിസ്ട്രി ഉണ്ട്. ഈ സർഫസ് കെമിസ്ട്രി നമുക്ക് 2nd ഇയർ പോർഷനിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കാണ്. അതിനകത്ത് നിന്നും 6 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ 5 വർഷം. അപ്പോൾ അതും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനകത്ത് അഡ്സോപ്ഷൻ എന്ന് പറയുന്ന ടേം ഉണ്ട്. അഡ്സോപ്ഷൻ നന്നായിട്ട് പഠിച്ചിരിക്കുക. അതിൻ്റെ കാര്യങ്ങളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. ദെൻ അടുത്തത് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. സെക്കൻഡ് ഇയറിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കായിരുന്നു തിയറിക്ക്. പക്ഷേ സെക്കൻഡ് ഇയറിലെ പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 15, 16, 17, 18 ആണ്. അവിടെ നിന്നും 11 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് 5 വർഷത്തിൽ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നിങ്ങൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ടത് നൈട്രജൻ ഫാമിലിയിൽ ഹൈഡ്രൈറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്, ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ, ഓസോൺ, ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ്, നോബിൾ ഗ്യാസിൻ്റെ കോമ്പൗണ്ട്സ്, അതിൻ്റെ ജോമെട്രി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അത് നോക്കിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ നിന്നും 7 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് 5 വർഷം. അടുത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചാപ്റ്ററാണ്. 13 ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് 5 വർഷം ചോദിച്ചിരിക്കുന്നത്. നിങ്ങളതിൻ്റെ നോമൻക്ലേച്ചർ, ഐസോമറിസം, ബോണ്ടിങ്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം 2 ക്വസ്റ്റ്യൻ കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓർഗാനിക് കെമിസ്ട്രി, ദറ്റ് ഈസ് ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൽ നിന്നും ലാസ്റ്റ് 5 വർഷം 7 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓർഗാനിക് കെമിസ്ട്രി നിങ്ങളറിയാം. അതുപോലെ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈഥറിൽ നിന്നും 6 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ 14 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന റിയാക്ഷൻ എന്താണ്? ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡാണ്. ദെൻ ലാസ്റ്റ് വൺ ആണ് അമൈൻസ്, നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. അതിൽ 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ, നെയിം റിയാക്ഷൻസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൺവേർഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. നെയിം റിയാക്ഷൻസും കൺവേർഷൻസും, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ കോമ്പൗണ്ട്സ്, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇതിൽ നിന്നൊക്കെയാണ്. പിന്നെ അതുപോലെ മെക്കാനിസം ഉള്ള റിയാക്ഷൻസ്, മെക്കാനിസംസ്, ഇതൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസിൽ നിന്ന് 9 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അറിഞ്ഞിരിക്കണം. അതുപോലെ ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കാണ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. അതിൽ നിന്നും 7 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് മിക്കവാറും ചോദിക്കുന്ന ഡ്രഗ്സിനെ കുറിച്ചും അതുപോലെ ഡിറ്റർജൻസ്, ഇതിൽ നിന്നാണ് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഡിറ്റർജൻസിനെ കുറിച്ചും ഡ്രഗ്സിനെ കുറിച്ചും നല്ലൊരു ഐഡിയ നിങ്ങൾ ഗ്യാദർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സിലബസിൽ പറയാനുള്ളത്. നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് ഒരു മോക്ക് ടെസ്റ്റ്, ഓൺലൈൻ മോക്ക് ടെസ്റ്റ് എല്ലാം എഴുതിയിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ പോകേണ്ടത്. So wish you all the best for the examination from myself and from Deepak Gopi Presents. Thank you.